SK ലേണിംഗ് ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SSLC ഹിന്ദിയിലെ വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിട്ടുള്ളത്. അതിലാദ്യമായി നമുക്ക് ബീർ ബഹൂട്ടി എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ബേല ഓർ സാഹിൽ ദുക്കാൻ ക്യൂം ഗയേ? ബേലയും സാഹിലും എന്തിനു വേണ്ടിയാണ് കടയിൽ പോയത്? പെൻ മേ നയി സ്യാഹി ഭർവാനെ കെ ലിയെ? പെന്നിൽ പുതിയ മഷി നിറയ്ക്കുന്നതിന് വേണ്ടി. पेन में नई स्याही भरवाने के लिए साहिल और बेला दुकान पहुंचे, पर उन्हें निराशा लौटना पड़ा. क्यों? പെന്നിൽ പുതിയ മഷി നിറയ്ക്കുന്നതിന് വേണ്ടി സാഹിലും ബേലയും കടയിൽ എത്തിച്ചേർന്നു. എന്നാൽ അവർക്ക് നിരാശയോടെ തിരിച്ചു പോരേണ്ടി വന്നു. എന്തുകൊണ്ട്? ദുക്കാൻ മേ സ്യാഹി കി ബോത്തൽ കാലി ഹോ ഗയി തി. കടയിൽ മഷിക്കുപ്പി കാലിയായിരുന്നു. അതുകൊണ്ട് ഇസ്ലിയെ ഉനെ നിരാശ ലൗട്ട്നാ പട. അതുകൊണ്ട് അവർക്ക് നിരാശയോടെ തിരിച്ചു പോരേണ്ടി വന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാദൽ കോ ദേഖ് കർ ഗഡെ കോ നഹി ഡുലാന ചാഹിയെ? ദുക്കാൻദാറിനെ ഏസാ ക്യോം കഹ? കാർമേഘം കണ്ട് കുടം കമഴ്ത്തരുത് എന്ന് കടക്കാരൻ പറഞ്ഞത് എന്തുകൊണ്ട്? സ്യാഹിലിനെ പെൻ മേ നയി സ്യാഹി ഭർവാനെ കി ഇച്ഛാ സെ ഉസ്മേ ബച്ചി സ്യാഹി കി ജമീൻ പർ ചിടക് ദിയ. സാഹിൽ പെന്നിൽ പുതിയ മഷി നിറയ്ക്കുന്നതിന് വേണ്ടി അതിൽ ബാക്കിയുണ്ടായിരുന്ന മഷി നിലത്ത് കുടഞ്ഞ് ഒഴിവാക്കി. ദുക്കാൻ പഹുഞ്ചനെ പർ വഹാം സ്യാഹി നഹി തി. കടയിൽ എത്തിച്ചേർന്നപ്പോൾ അവിടെ മഷി ഇല്ലായിരുന്നു. തബ് ദുക്കാൻദാറിനെ സാഹിൽ സെ ഏസാ കഹ. അപ്പോഴാണ് കടക്കാരൻ അവൻ്റെ അടുത്ത് ഈ കാര്യം ഇങ്ങനെ പറഞ്ഞത്. കഹ്നേക്ക മത്ലബ് ഹേ, പറയാനുണ്ടായ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, किसी वस्तु को मिलने की प्रतीक्षा में हमारे पास के वस्तु को छोड़ना मूर्खता है. ഏതെങ്കിലും ഒരു സാധനം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള വസ്തുവിനെ ഉപേക്ഷിക്കുന്നത് വിഡ്ഢിത്തമാണ്. ബിനാ സോച്ച് വിചാർ കർക്കെ കുച്ച് നഹി കർണാ ചാഹിയെ. ഒന്നും ചിന്തിക്കാതെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും രണ്ടാമതൊന്നുകൂടി ആലോചിച്ച് മാത്രമേ നമ്മൾ എന്ത് കാര്യവും ചെയ്യാൻ പാടുള്ളൂ എന്നാണ് കടക്കാരൻ പറഞ്ഞതിൻ്റെ പൊരുൾ. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം ഇത് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുള്ള ഒരു ക്വസ്റ്റ്യനുമാണ്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും നന്നായി നോക്കി മനസ്സിലാക്കി പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. അടുത്തതായി നമുക്ക് ബേലയുടെ ഒരു ഡയറിയെ പരിചയപ്പെടാം. बेला की डायरी गणित के मार्ट साहब से हुए बुरे व्यवहार के बारे में. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഥയിൽ നമ്മുടെ മാത്സിൻ്റെ സാറ് സുരേന്ദ്രൻ സാറ് ബേലയുമായിട്ടുണ്ടായ ഒരു പെരുമാറ്റം, അദ്ദേഹം ക്ലാസ്സിൽ ബേലയായിട്ട് ഉണ്ടായ ഒരു പെരുമാറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ആ ദിവസം ബേല സന്തോഷവതിയായിരുന്നോ ദുഃഖവതിയായിരുന്നോ എന്നൊക്കെയുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ദിവസത്തെ ബേലയുടെ ഡയറിയാണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത്. ഇതും മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ഡയറി എഴുതുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഡയറിയുടെ ഒരു ഫോർമാറ്റ്. ആദ്യമായിട്ട് നമ്മൾ എന്ത് കൊടുക്കുക, ഡയറി എഴുതുന്ന ദിവസം താരിഖ്. അതിൽ ഫസ്റ്റ് നമ്മൾ എന്തായിരുന്നത്, ബേലയ്ക്ക് അന്ന് പൊതുവെ ദുഃഖമായിരുന്നല്ലോ. അപ്പം നമ്മൾ ആജ് മുझे बहुत दुख का दिन था. ഇന്ന് എനിക്ക് വളരെയധികം ദുഃഖത്തിൻ്റെ ദിവസമായിരുന്നു. गणित के मार्ट साहब सुरेंद्र जी मेरी कॉपी जांचते वक्त उसमें गलती पाकर उन्होंने मेरे बालों में पंजा फसाया. അതായത് മാത്സിൻ്റെ സാർ സുരേന്ദ്ര സാറ് ഇന്ന് എൻ്റെ കോപ്പി നോക്കുന്ന സമയം ഉസ്മേ ഗൽത്തി പാക്കർ ഉന്നോനെ മേരെ ബാലോ മേ പഞ്ച ഫസായ. അപ്പോൾ അതിൽ അദ്ദേഹം തെറ്റ് കണ്ടിട്ട് എൻ്റെ മുടിക്ക് കുത്തിപ്പിടിച്ചു. ലേക്കിൻ വോ ഗൽത്തി ന ഹോനെ പർ ഉന്നോനെ മുझे छोड़ दिया. എന്നാൽ അത് തെറ്റ് എല്ലാന്ന് കണ്ടപ്പോൾ അത് അദ്ദേഹം എന്നെ വിട്ടു. मैं बहुत डर गई थी. ഞാൻ വല്ലാതെ പേടിച്ചു പോയിരുന്നു. मेरे हाथ पैर कांप रहे थे. എൻ്റെ കൈയും കാലും വിറയ്ക്കുന്നുണ്ടായിരുന്നു. मुझे भयभीत होते देखकर साहिल भी बुरी तरह डर गया. എൻ്റെ പേടി കണ്ടിട്ട് സാഹിലും വല്ലാതെ ഭയന്നിരുന്നു. मार्ट साहब ने कॉपी मेरे बैठने की जगह पर फेंक कर मुझे वहाँ जाकर बैठने को कहा. മാസ്റ്റർ സാഹബ് കോപ്പി ഞാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു അവിടെ പോയി ഇരിക്കാൻ. മുझे बहुत शर्म आया. എനിക്കത് വല്ലാതെ
നാണക്കേട് തോന്നി. ഇസ്ലിയെ മേ സാഹിൽ സെ നസർ നഹി മിലാ പായി. അതുകൊണ്ട് തന്നെ ഞാൻ സാഹിലിനെ നോക്കുക പോലും ചെയ്തില്ല. സാഹിലുമായിട്ട് എൻ്റെ ദൃഷ്ടി പോയില്ല. ക്യാ കരും, അഗർ കോപ്പി മേ ഗൽത്തി ഹോത്തി തോ മേരി ക്യാ ഹാലത്ത് ഹോത്തി. എന്ത് ചെയ്യാം? ഒരു പക്ഷേ എൻ്റെ അതിൽ കോപ്പിയിൽ തെറ്റുണ്ടായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? സോച്ച് ബി നഹി സക്തി. ചിന്തിക്കാൻ പോലും വയ്യ. पर पहुंचने पर भी मेरा मन दुख में भरा था. घर पहुंचने पर भी मेरा मन दुख से भरा था. വീട്ടിലെത്തിയ സമയവും എൻ്റെ മനസ്സ് ദുഃഖത്താൽ നിറഞ്ഞിരുന്നു. ആജ് കാ യേ ബുരാ ദിൻ മേ ജിന്ദഗി ഭർ യാദ് രഖൂംഗി. ഇന്നത്തെ ഈ മോശമായ ദിവസം ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവനും ഓർമ്മിക്കും. അടുത്തതായി നമുക്ക് സാഹിലിൻ്റെ ഡയറിയെ പരിചയപ്പെടാം. സാഹിൽ की ഡയറി റിസൾട്ട് ദിവസിക്ക്. അതായത് റിസൾട്ട് വന്ന ഒരു ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ ദിവസത്തെ ഒരു ഡയറിയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഡയറി എഴുതുന്ന പോലെ നമ്മളെല്ലാ ഡയറിയും എഴുതുന്ന പോലെ തന്നെ ആദ്യമായി താരീഖ് ഡേറ്റ് കൊടുക്കുക, ദിനാങ്ക് കൊടുക്കുക. അപ്പോൾ സാഹിൽ ഫസ്റ്റ് എഴുതുന്നതാണ് ആജ് സ്കൂൾ കാ മേര അന്തിം ദിൻ താ. ഇന്ന് എൻ്റെ സ്കൂളിലെ അവസാനത്തെ ദിവസമായിരുന്നു. കിത്തനി ജൽദി പിछले 5 साल बीत गए. എത്ര പെട്ടെന്നാണ് കഴിഞ്ഞ 5 വർഷം കടന്നു പോയത്. അബ് മേ ഛട്ടി കക്ഷാ മേ ആ ഗയാ ഹെ. ഇപ്പോൾ ഞാൻ 6ാം ക്ലാസ്സിൽ എത്തിയിരിക്കുന്നു. ആജ് സന്തോഷ് കെ സാത്ത് ദുഃഖ് ഭി ഹെ. ഇന്ന് എനിക്ക് സന്തോഷത്തോടൊപ്പം ദുഃഖവുമുണ്ട്. ബച്പൻ കെ ദോസ്ത് ബേല സെ ബിഛുടൻ കി വേദന മൻ മേ ദർദ് പൈദാ കിയ. കുട്ടിക്കാലം മുതലേ എൻ്റെ കൂട്ടുകാരിയായിരുന്ന ബേലയെ പിരിയുക എന്നുള്ളത് ഇന്ന് എൻ്റെ മനസ്സിലൊരു വേദനയായി. ആജ് ഉസ്കി ആംഖോ മേ പെഹ്ലി ബാർ മേനെ ആസു ദേഖ. ഇന്ന് ആദ്യമായി ഞാൻ അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ കണ്ടു. മേരി ബി ആംഖേ ഭർ ഗയി തി. എൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. ബേല കെ സാത്ത് കി സ്കൂൾ ശിക്ഷ മേ കബി നഹി ഭൂലുങ്ക. ബേലയുടെ കൂടെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം ഞാൻ ഒരിക്കലും മറക്കുകയില്ല. വോ ബഹുത് പ്യാരി ഓർ ദില്ലി ദോസ്ത് തി. അവൾ എത്ര ഇഷ്ടമുള്ള എൻ്റെ സുഹൃത്തായിരുന്നു. ഫുലേറെ കാ സ്കൂൾ മേ फुलेरे के स्कूल 5वीं तक होने के कारण पिताजी ने मुझे अजमेर भेजने का निर्णय लिया था. ഫുലേറയിലെ സ്കൂളിൽ 5ാം ക്ലാസ് വരെയുള്ളൂ. അത് കാരണം അച്ഛൻ എന്നെ അജ്മീറിൽ അയക്കാനായിട്ട് തീരുമാനിച്ചു. വഹ് തോ അഗ്ലെ സാൽ രാജകീയ കന്യാ പാഠശാല മേ പഠേഗി. അവൾ അടുത്ത വർഷം ഗേൾസ് സ്കൂളിലായിരിക്കും പഠിക്കുക. സർക്കാരി ഗേൾസ് സ്കൂളിലായിരിക്കും അവൾ പഠിക്കുക. അടുത്തതായി നമ്മൾ പരിചയപ്പെടാനുള്ളത് ബേലാക്കി ചരിത്രഗതി വിശേഷതാവും പർ ടിപ്പണി. അതായത് ബേലയുടെ സ്വഭാവ സവിശേഷതയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ എന്തൊക്കെയാണ് എഴുതേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്താം. ഹിന്ദി സാഹിത്യ के प्रसिद्ध लेखक प्रभात की सुंदर कहानी वीर बहूटी का मुख्य पात्र है बेला नामक 11 साल की लड़की. ഹിന്ദി സാഹിത്യത്തിലെ പ്രസിദ്ധനായ ലേഖകൻ പ്രഭാത് ജിയുടെ സുന്ദരമായ കഥയായ ബീർ ബഹൂട്ടിയിലെ മുഖ്യ പാത്രമാണ് ബേല എന്ന 11 വയസ്സുകാരിയായ പെൺകുട്ടി. വഹ് ഫുലേര ഗാവ് കെ സ്കൂൾ മേ 5वीं കക്ഷാ മേ പഠിത്തി ഹെ. അവൾ ഫുലേര എന്ന ഗ്രാമത്തിലെ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഉസ്കാ ദോസ്ത് ഹെ സാഹിൽ. അവളുടെ സുഹൃത്താണ് സാഹിൽ. दोनों अच्छे दोस्त हैं. वे एक दूसरे से बहुत प्यार करते हैं. രണ്ടുപേരും നല്ല കൂട്ടുകാരാണ്. അവർ ഒരാൾ മറ്റാളെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. दोनों एक ही कक्षा में पढ़ते थे. രണ്ടുപേരും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. साथ साथ स्कूल आते जाते हैं. रास्ते के खेत में बीर बहूटियों को खोजते हैं और खेलखंडी में गांधी चौक में लंगड़ी टांग खेलते हैं. സാത്ത് സാത്ത് സ്കൂൾ ആത്തേ ജാത്തേ ഹെ. അവർ ഒരുമിച്ചാണ് സ്കൂളിൽ പോകുന്നതും വരുന്നതും. രാസ്തേക്ക് കേത്ത് മേ ബീർ ബഹൂട്ടിയോ കോ കോസ്തേ ഹെ. വഴിയിലെ വയലുകളിൽ ബീർ ബഹൂട്ടിയെ തിരയുന്നു. ഓർ കേൽക്കണ്ടി മേ ഗാന്ധി ചൗക്ക് മേ ലങ്കടി ടാങ്ക് കേൾത്തേ ഹെ.
കളി പീരീഡിൽ അവർ ഗാന്ധി ചൗക്കിൽ ലങ്കടി ടാൽ കളിക്കുകയും ചെയ്യുന്നു. ബാക്കി ഛാത്രോं के नज़र में പേല एक अच्छी लड़की है. മറ്റുള്ള കുട്ടികളുടെ കണ്ണുകളിൽ പേല ഒരു നല്ല പെൺകുട്ടിയാണ്. एक दिन गणित के मास्टर साहब ने कॉपी जांचते समय उसमें गलती पाकर उसका अपमान करते तो वो बहुत उदास हो जाती है. ഒരു ദിവസം മാത്സിൻ്റെ സാറ് കോപ്പി നോക്കുന്ന സമയത്ത് അതിൽ തെറ്റ് കണ്ട് അവളെ അപമാനിച്ചപ്പോൾ അവൾ അതിൽ വളരെയധികം നിരാശപ്പെടുന്നു. 5वीं के रिजल्ट आने पर दोनों अगले साल बिछुड़ जाने के बात को लेकर दोनों दुखी हो जाते हैं. 5ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നപ്പോൾ രണ്ടു പേർക്കും വേർപെടണം. ആ വേർപിരിയുന്നത് ആലോചിച്ച് രണ്ടുപേരും വളരെയധികം ദുഃഖിതരാണ്. बेला में हम एक सरस स्वभावशाली मित्रता निभाने वाली स्वाभिमानी लड़की को देख सकते हैं. ബേലയിൽ നമ്മൾ ഒരു നല്ല സ്വഭാവമുള്ള ഒരു നല്ല സൗഹൃദം സ്ഥാപിക്കുന്ന ഒരു അഭിമാനം സംരക്ഷിക്കുന്ന ഒരു കുട്ടിയെയാണ്, ഒരു പെൺകുട്ടിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ബേലാമേ ഹം ഏക്ക് സരസ് സ്വഭാവശാലി മിത്രത നിഭാനെ വാലി സ്വാഭിമാനി ലഡ്കിക്കോ ദേഖ് സക്തേ ഹെ. ഈ ഒരു പോയിന്റ് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ബേലയുടെ ടിപ്പണി, ബേലയുടെ ചരിത്രത്തിൽ ടിപ്പണി ചോദിക്കുകയാണെങ്കിൽ ഈ പോയിന്റ് എന്തായാലും നമ്മൾ അതിൽ കൊടുക്കണം. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഒരു പട്കഥയാണ്. അതായത് 5वीं കക്ഷയ്ക്ക് റിസൾട്ട് ആണിപ്പോൾ. അപ്പം 5ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമുള്ള ഒരു പട്കഥയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്കറിയാം പട്കഥ എഴുതുമ്പോൾ അതിൽ എന്തൊക്കെ വരണം? സ്ഥാന്, സമയ, പാത്ര, പിന്നെ ദൃശ്യത്തിൻ്റെ വിവരണം, പിന്നെ ഡയലോഗ്സ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പട്കഥ എഴുതുമ്പോൾ ഉണ്ടാവണം. നമുക്ക് ഒരു ഭാഗം, ഒരു ചെറിയ ഭാഗം തന്നിട്ടുണ്ടായി, ആ ഭാഗത്തിനെ കുറിച്ചിട്ടായിരിക്കും നമ്മളോട് പട്കഥ എഴുതാൻ പറയുക. അപ്പം ആ പട്കഥ എഴുതുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് വേണം എഴുതാൻ. അപ്പം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന സന്ദർഭം എന്താണെന്ന് വെച്ചാൽ 5वीं കക്ഷയ്ക്ക് റിസൾട്ട് ആണിപ്പോൾ. അതായത് 5ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമുള്ള ഒരു പട്കഥയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ സ്ഥാനം, ഫസ്റ്റ് നമ്മൾ സ്ഥാനം എഴുതുക. അതിൽ ഫുലേര കസ്ബേക്ക് ഏക്ക് ഗലി, അതായത് ഫുലേര എന്ന ഗ്രാമത്തിലെ ഒരു തെരുവ്. സമയം ഏതാണ്? സമയം സുബഹ് 11 ബജെ, രാവിലെ 11 മണി. പാത്രം എന്ന് പറഞ്ഞാൽ കഥാപാത്രങ്ങൾ. ഈ സന്ദർഭത്തിലുള്ള കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് നാളിനി നമ്മൾ കാണുന്നത്? ആദ്യത്തെ കഥാപാത്രം ബേല, കരീബ് 11 साल की लड़की, സ്കൂൾ യൂണിഫോം പഹനി ഹെ. ബേല ഏകദേശം ഒരു 11 വയസ്സായ പെൺകുട്ടി, സ്കൂൾ യൂണിഫോം ധരിച്ചിരിക്കുന്നു. നെക്സ്റ്റ് സാഹിബ്, കരീബ് 11 साल का लड़का, സ്കൂൾ യൂണിഫോം പഹനി ഹെ. സാഹിൽ ഏകദേശം 11 വയസ്സായ ഒരു ആൺകുട്ടി, അവനും സ്കൂൾ യൂണിഫോം ധരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഥാപാത്രങ്ങളെ അവിടെ പരിചയപ്പെടുത്തുന്ന സമയത്ത് അവരുടെ പേര്, അവരുടെ വയസ്സ്, പിന്നെ അവരുടെ വേഷഭൂഷ കൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ എഴുതാൻ. ഇനി ദൃശ്യത്തിൻ്റെ വിവരണം. दोनों 5वीं कक्षा के रिजल्ट जानने के बाद दुखी मन से गली की एक पेड़ के नीचे खड़े हैं. അതായത് രണ്ടുപേരും റിസൾട്ട് വന്നതിന് ശേഷം ദുഃഖിതരായി തെരുവിലെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നു. ഇതാണ് നമ്മുടെ ദൃശ്യം. ഇനി നമ്മുടെ ഡയലോഗ്സ് എന്താണെന്ന് നോക്കാം. സംവാദം എന്ന് പറഞ്ഞാൽ സംഭാഷണം. സാഹിൽ, തുമ്നെ ഹമാര റിസൾട്ട് ദേക്കാ. അപ്പോൾ സാഹിൽ ബേലയുടെ അടുത്ത് ചോദിക്കുകയാണ്, തുമ്നെ ഹമാര റിസൾട്ട് ദേക്കാ, നീ നമ്മുടെ റിസൾട്ട് കണ്ടോ? ബേല, ഹാ ദേക്കാ, ഹം ദോനോ പാസ് ഹോ ഗയേ ഹേ ലേക്കിൻ മേ ഖുശ് നഹീ ഹും. ആ കണ്ടു, നമ്മൾ രണ്ടുപേരും പാസ്സായിട്ടുണ്ട്, എന്നാലും എനിക്ക് സന്തോഷമില്ല. സാഹിൽ, ക്യോം, തും ബഹുത് ദുഃഖി ദിഖ്തി ഹോ. എന്തുകൊണ്ട്? നീ വല്ലാതെ ദുഃഖിതയായി കാണുന്നല്ലോ. ബേല, ഹാ സാഹിൽ, ആകെ ഹമേ ഏക് സാത്ത് പഠനെ കാ അവസർ നഹി മിലേഗാ യേ സോച്ച്കർ. അതേ സാഹിൽ, ഇനി നമ്മൾക്ക് ഒരുമിച്ച് പഠിക്കാൻ സാധിക്കില്ലല്ലോ, അതാലോചിച്ചിട്ട്. സാഹിൽ, മേ വഹ് ബാത്ത് ഭൂൽ ഗയാ, അഗലെ സാൽ തും കഹാം പഠോഗി. ഞാൻ ആ കാര്യം മറന്നുപോയി, അടുത്ത വർഷം നീ എവിടെയാണ് പഠിക്കുക? ബേല,
पापा मुझे अगले साल राजकीय कन्या पाठशाला में पढ़ाएंगे और तुम. അപ്പോൾ ബേല പറയും, എന്നെ അടുത്ത വർഷം അച്ഛൻ ഒരു ഗേൾസ് സ്കൂളിലാണ് പഠിപ്പിക്കാൻ തീരുമാനിച്ചത്. और तुम നീയോ? സാഹിൽ, മുझे अगले साल अजमेर भेज देंगे. എന്നെ അടുത്ത വർഷം അജ്മീറിലേക്ക് പറഞ്ഞയക്കും. वहाँ एक हॉस्टल में अकेला रहकर पढ़ना पड़ेगा. അവിടെ ഒരു ഹോസ്റ്റലിൽ ഒറ്റയ്ക്ക് പഠിക്കേണ്ടതായി വരും. ബേല, क्या अब तुम फुलेरा में ही नहीं रहोगे? അപ്പോൾ ബേല ചോദിക്കാണ്, അപ്പോൾ എന്താ ഇനി നീ ഫുലേറയിൽ തന്നെ ഉണ്ടാവുകയില്ലേ? സാഹിൽ, नहीं यार, ഇല്ല. तुम अपना रिपोर्ट कार्ड दो. നീ നിന്റെ കാർഡ് ഒന്ന് കാണിച്ചേ നോക്കട്ടെ. ബേല, ये है तुम्हारा रिपोर्ट कार्ड दो. അപ്പോൾ ബേല അവളുടെ കാർഡ് കൊടുത്തിട്ട് പറയും, ഇതാ ഇനി നിന്റെ റിപ്പോർട്ട് കാർഡ് കാണട്ടെ. दोनों एक दूसरे का रिपोर्ट कार्ड देखने लगते हैं. രണ്ടുപേരും ഒരാൾ മറ്റൊരാളുടെ റിപ്പോർട്ട് കാർഡ് നോക്കാൻ തുടങ്ങുന്നു. ഇതിൽ ഏകദേശം ഇത്രയും ക്വസ്റ്റ്യൻസാണ് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനിയും ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം കൂടി ഇതിൽ ഡിസ്കസ് ചെയ്തിട്ട് നമ്മുടെ സമയം വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇത്രയും ക്വസ്റ്റ്യൻസിൽ ഞാൻ ചുരുക്കിയതാണ്. ഇപ്പോൾ ഇനി ഇതിൽ നമ്മൾ നേരത്തെ ബേലയുടെ ചരിത്രഗതി വിശേഷതാവും പറയാണ് നമ്മളൊരു ടിപ്പണി കണ്ടത്. അപ്പോൾ അതിൽ വേണമെങ്കിൽ ബേല ഒരു സാഹിൽ കി ദോസ്തി കി ബാരേമേ ഏക്ക് ടിപ്പണി ലിഖേ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്താൽ നമ്മൾ നേരത്തെ പ്രഭാത്ജിയുടെ മുഖ്യ കഥയായ ബീർബഹൂട്ടിലെ മുഖ്യ കഥാപാത്രങ്ങളാണ് ബേലയും സാഹിലും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഓർമ്മയുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്തതിൽ ഓർമ്മയുള്ള ആ പഠിച്ച തന്നെ എന്താക്കുക ഈ ഒരു ടിപ്പണിയായിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ ഇപ്പം ബേല സാഹിൽ അജ്മീറിലേക്ക് പോവുകയാണ്, ബേല രാജകീയ അന്വേഷണശാലയിലേക്ക് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അവരുടെ ചിലപ്പം കത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുന്ന കത്ത് ചോദിക്കാൻ മതിയാവും, ചിട്ടി. അപ്പോൾ ആ കത്ത് ചോദിക്കുകയാണെങ്കിൽ കത്തിൻ്റെ ഫോർമാറ്റ് വെച്ചിട്ട് കത്തിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അപ്പോൾ പേഴ്സണൽ ലെറ്റർ ആണ് വരിക, അതിൽ ഫോർമാറ്റ് വെച്ചിട്ട് നിങ്ങൾ എഴുതുക. പിന്നെ എന്നിട്ട് ഫസ്റ്റ് ഇപ്പം ബേല സാഹിലിന് എഴുതുന്നതാണെങ്കിൽ പ്രിയ സാഹിൽ എന്ന് പറഞ്ഞ് എഴുതുക, അല്ല സാഹിൽ ബേലയ്ക്കാണെങ്കിൽ പ്രിയ ബേല എന്ന് പറഞ്ഞ് എഴുതുക. പിന്നെ എന്താണോ നമ്മുടെ സബ്ജക്റ്റ് നോക്കിയിട്ട് അത് കൊടുത്ത് ഒരുപാട് വലിച്ചു നീട്ടാതെ കാര്യങ്ങൾ അതിൽ പറയാം. എന്താണോ നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ അത് ആ കത്തിൽ എത്രയും പെട്ടെന്ന് പറഞ്ഞ് നമ്മൾ കത്ത് അവസാനിപ്പിക്കുക. ഇനി നിങ്ങൾക്ക് കത്തിൻ്റെ ഫോർമാറ്റോ അല്ലെങ്കിൽ ഡയറിയുടെ ഫോർമാറ്റോ വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ ലിങ്ക് ഉണ്ടാവും. അതിൽ നിങ്ങൾ മെസ്സേജ് വിട്ടാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അതിന് അറിയാനായിട്ട് സാധിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ പാഠത്തിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നത്. അത് നന്നായിട്ട് പഠിക്കുക, നല്ല രീതിക്ക് എക്സാം അറ്റൻഡ് ചെയ്യുക.